കാസർഗോഡ് മഞ്ചേശ്വരത്ത് UDF കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന പരാതിയുമായി BJP. നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ശ്രമമെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു. പ്രവാസി വോട്ടുകളുടെ പട്ടിക തയ്യാറാക്കി ബൂത്തുകളിൽ നിരീക്ഷണം വേണമെന്നാണ് ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടി സ്ക്വാഡ് തടയുമെന്ന് മംഗളൂരു MLA ഭരത് ഷെട്ടി. We have requested the Election Commission and the observers to take strictest of the actions, and the Central Reserve Police is also placed in the district magistrate has placed the CRPF in places where it is sensitive booths, and we are asking the Election Commission to take the strictest of the action if any duplicate voting is going to take place in the constituency. ഗൾഫിൻ്റെ 5000 വോട്ട് വരാത്തത് കൊണ്ട് ഒന്ന് നല്ല തരത്തിൽ കള്ള വോട്ടിട്ട് അയക്കാൻ മഷപ്പിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നുള്ളത്. അതിൻ്റെ ഓൾ ഡോക്യുമെൻറ്റ്സ് എല്ലാ തരത്തിലുള്ള ഡോക്യുമെൻറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കൂടിയുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള തെളിവിൽ നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ നമ്മൾ ഓൾറെഡി ഇലക്ഷൻ കമ്മീഷന് പരാതിയായി പോയിട്ടുണ്ട്. മുസ്ലിം ലീഗിക്ക് ശക്തിയുള്ള ചില ബൂത്തുകളിൽ ശക്തമായിട്ടുള്ള ഒരു 6,000-7,000 വോട്ട് കള്ള വോട്ട് ഇടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട്. ജയിക്കില്ല എന്ന് പറയുന്ന ഭയം കൊണ്ടാണ് ഇവരിങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ അതിന് വേണ്ടിയുള്ള നടപടി എടുത്തില്ലെങ്കിൽ അതിന് തടയാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തും. അരുൺ പൂപ്പറമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ് അരുൺ. മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കള്ളവോട്ടാരോപണം ഉയരുകയാണ്. എന്താണ് മഞ്ചേശ്വരം? നമുക്കറിയാവുന്നതുപോലെ ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമാണ്. SDPയുടെ വോട്ടുകൾ അവിടെ വളരെ നിർണായകമാണ്. SDP മറിച്ചു കുത്തിയാൽ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി സുരേന്ദ്രൻ തന്നെ വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമാണ്. അപ്പോൾ ആവേശമുണ്ട്, ആരോപണത്തിലും ആ ആവേശം നിഴലിക്കുന്നുണ്ട്. എന്താണ് BJP നേതാക്കൾ പറയുന്നത്? മറിച്ച് UDF ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ് കള്ളവോട്ടാരോപണത്തിൽ? അരുൺ. അരുൺകുമാർ തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചു തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേശ്വരം മണ്ഡലം നമുക്കറിയാം അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. ഏതു മുന്നണി ജയിച്ചാലും അത് വളരെ ചെറിയ വോട്ടുകൾ മാത്രമേ ഭൂരിപക്ഷം ഉണ്ടാകൂ എന്നാണ് മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് BJP ഇപ്പോൾ ഈ കള്ളവോട്ട് ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത് 5000-ഓളം വരുന്ന പ്രവാസി വോട്ടുകൾ, നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകൾ, അത് കള്ളവോട്ട് എന്ന രീതിയിൽ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം UDF നടത്തുന്നുണ്ട് എന്നതാണ്. പ്രധാനമായും മംഗൽപാടി, മഞ്ചേശ്വരം, കുമ്പള ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളാണ് ആ വോട്ടുകൾ ഉള്ളത്. അതിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയായിട്ടുള്ള ബൂത്തുകളിൽ അവിടെ ഈ സ്ലിപ്പുകൾ നേരത്തെ തന്നെ ശേഖരിച്ച് ഈ വോട്ടുകൾ കള്ള വോട്ടായി ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. ചില ബൂത്തുകളിൽ ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഈ പഞ്ചായത്തുകളിലും ചില ബൂത്തുകളിൽ BJPക്കോ അല്ലെങ്കിൽ LDFനോ ഒന്നും ആ ബൂത്തിൽ ഇരിക്കാൻ പോലും ആളില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അത്തരം ഇടങ്ങളിൽ ഈ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ സ്ലിപ്പുകളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പ് UDF നടത്തുന്നുണ്ട് എന്നതാണ് BJP ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിട്ടുണ്ട്. ഈ വോട്ടുകളുടെ, അതായത് നാട്ടിലെത്താത്ത പ്രവാസി വോട്ടുകളുടെ പട്ടിക തയ്യാറാക്കി അത്തരം ബൂത്തുകളിൽ നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നതാണ് BJP ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ UDF ഈ ആരോപണം പൂർണ്ണമായി തള്ളുകയാണ്. പരാജയം മുന്നിൽ കണ്ടുള്ള ആരോപണം മാത്രമാണ് എന്നതാണ് UDF ഇതിൽ മറുപടി നൽകുന്നത്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു അരുൺ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിറയുകയാണ്. വേണമല്ലോ, എങ്കിലല്ലേ തെരഞ്ഞെടുപ്പിന് ഒരു എരിവും പുളിയൊക്കെ ഉണ്ടാവും.